ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൽ മാർജിൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാർജിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞു HTML എലമെൻ്റ് ആണെങ്കിൽ നേരിട്ട്, ഡിവ് ആണെങ്കിൽ ഡിവ്, പാരാഗ്രാഫ് ആണെങ്കിൽ പാരാഗ്രാഫ്, അത് നേരിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഡോട്ടും ഹാഷൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഡിവ് പാരാഗ്രാഫ് പി ആണ്, പാരാഗ്രാഫ് പി എന്ന് പറഞ്ഞു കൊടുക്കാം. ഡിവ് ആണെങ്കിൽ ഡിവ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഏത് സംഭവം അതുപോലെ തന്നെ കൊടുക്കാം. ക്ലാസ്സും ID, അതായത് ക്ലാസ് ID, അതൊക്കെയാണ് ഡോട്ടും ഹാഷൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഡിവിന് ഡിവ് ഒരു HTML എലമെൻ്റ് ആയത് കാരണം ഡോട്ടും ഹാഷൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഡിവ് എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് CSSൻ്റെ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈൽ ടാഗിൻ്റെ അകത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് യൂണിറ്റിലും കൊടുക്കാം. പിക്സൽസിൽ കൊടുക്കാം, സെൻറ്റിമീറ്ററിൽ കൊടുക്കാം, PT എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, അതിൽ കൊടുക്കാം. അപ്പം അങ്ങനെ ഏതിലും വേണമെങ്കിൽ, എല്ലാത്തിലും കൂടി EM എന്നൊക്കെ പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷേ ഒരു യൂണിറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതാണ് നോർമൽ മാർജിൻ കൊടുക്കുന്നത്. ഇങ്ങനെയാണ്: മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, മാർജിൻ റൈറ്റ്, മാർജിൻ ലെഫ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് മാർജിൻ ഞാൻ ഇപ്പോൾ 200 ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുത്തെ മാർജിൻ മാറി. അപ്പം അങ്ങനെ ഇപ്പോൾ റൈറ്റ് മാർജിൻ ആണെങ്കിൽ, റൈറ്റ് മാർജിൻ എനിക്ക് ഇപ്പോൾ 250 ആയി കഴിഞ്ഞാൽ അവിടെ റൈറ്റ് മാർജിൻ കൂടി, ഇതിൻ്റെ ഇത് ചെറുതായി. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർജിൻ ലെഫ്റ്റ് റൈറ്റ്, ടോപ്പ് ബോട്ടം. ഇനി മാർജിന് വേറൊരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്, അതായത് മാർജിൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓട്ടോ എന്ന് പറയുന്നത് പല വെബ്സൈറ്റുകളിലും കാണിച്ചിരിക്കുന്നത് ബ്രൗസർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ടോട്ടൽ കണ്ടെയ്നർ ലെങ്ത് എത്രയെന്ന് എനിക്കറിയില്ല. പക്ഷേ സപ്പോസ് ഇതിൻ്റെ കണ്ടെയ്നർ ലെങ്ത് 1000 ആണെങ്കിൽ, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ, അതായത് ഇപ്പോൾ 400 ആണെന്ന് വിചാരിച്ചോ. 400 ആണെങ്കിൽ 1000 - 400, 600 കിട്ടി, 600 കിട്ടി. ഇനി 600 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 300ഉം ഇവിടെ 300ഉം, അതായത് 300 ഇവിടെ, 300 ഇവിടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സെൻറ്റർ ആവും. അപ്പോൾ അത് സെൻറ്റർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇത് ആദ്യം തന്നെ ഈ മാർജിനൊക്കെ എടുത്ത് കളയണം. മാർജിൻ എടുത്ത് കളഞ്ഞിട്ട് നമുക്കതിനൊരു വിഡ്ത്ത് കൊടുക്കണം. ഒരു 300 പിക്സൽസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിന് പ്രത്യേകിച്ച് മാർജിനൊന്നുമില്ല, 300 പിക്സൽസ് വിഡ്ത്തുള്ളൊരു സാധനം. അപ്പോൾ അത് നമ്മളിനി മാർജിൻ കൊടുക്കുന്നു. മാർജിൻ ഓട്ടോ കൊടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ 300 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടെയ്നറിൻ്റെ ലെങ്ത് എത്രയുണ്ടാവും, അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തും, പിന്നെ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ചെയ്യാൻ പോണത്. ഓട്ടോ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാം, അത് നടുക്ക് വന്നിരുന്നു, സെൻറ്ററിൽ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഈ CSSലും HTMLലും അലൈൻ സെൻറ്റർ എന്ന് പറയുന്ന സംഭവം എടുത്ത് കളഞ്ഞു. അതിന് ശേഷം അത് കളഞ്ഞതിന് അതിന് പകരമാണ് ഈ ഓട്ടോ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയുന്ന ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും മാർജിൻ കണ്ടുപിടിച്ച് ഈക്വലായിട്ട് കൊടുക്കുന്ന കാരണം അത് സെൻറ്ററായിട്ട് വന്ന് നിൽക്കും. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇനി മാർജിനിൽ പഠിക്കാനുള്ളത് അതിൻ്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചു. മാർജിൻ ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മാർജിൻ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാമെന്നുള്ളതാണ്. നെഗറ്റീവ് മാർജിൻസ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ -80 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അതായത് ഈ എഡ്ജിൻ്റെ അകത്തേക്ക് കയറി, ഉള്ളിലേക്ക് കയറിപ്പോയി.
അതാണ് മൈനസ് കൊടുത്താലുള്ള പ്രശ്നം. മാർജിന് നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി പഠിക്കണം. ഇപ്പം 100 ടോപ്പും ബോട്ടവും 100, ഇത് 50 80. ഓക്കെ, ഇതിപ്പോൾ ഷോർട്ട് ഹാൻഡിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ എഴുതുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രബിൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നമ്മൾ ഓർത്തിരിക്കണം. അതായത് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഇത് ഷോർട്ട് ഹാൻഡ് എഴുതാൻ പറ്റും. അതായത് ട്രബിൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് എത്ര 100 പിക്സൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഇത്തിരി വേരിയേഷൻ കൊടുക്കാം, 150 കൊടുക്കാം, മാറ്റം അറിയണ്ടേ. 150 പിക്സൽ. ഇനി ബോട്ടം അതൊരു 100 തന്നെ കൊടുക്കാം, 100 പിക്സൽ. ഇനി ട്രബിൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്. ഇനി ടോപ്പ് റൈറ്റ്, ഞാൻ തെറ്റിപ്പോയത്, ടോപ്പ് റൈറ്റ്, ഇത് റൈറ്റ് ആണത്, റൈറ്റ് 50 പിക്സൽ. നമ്മൾ ഈ പറയുന്ന ഫോർമുല, ഈ പറയുന്ന ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, ഈ ഷോർട്ട് കട്ടല്ല, TRBL എന്നുള്ളത് നമുക്ക് തെറ്റില്ല. ഇപ്പം എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നത് ടോപ്പ് 150 റൈറ്റ് ആണ്, റൈറ്റ് 50 പിക്സൽസ് കൊടുക്കുക, 50 പിക്സൽ. റൈറ്റ് 50 പിക്സൽ. ഇനി ബോട്ടമാണ് വരുന്നത്, ബോട്ടം 100 പിക്സൽ. ഇനി ലെഫ്റ്റ് 80 പിക്സൽ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മാർജിൻ നമുക്കെടുത്ത് കളയാം. അതായത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ ഒരു മാർജിനും ഇല്ല. ഇനി നമുക്ക് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നമുക്ക് കൊടുത്തു നോക്കാം. ഇതുണ്ട് 150 പിക്സൽ, 50 പിക്സൽ, 100 പിക്സൽ, 80 പിക്സൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം അപ്ലൈ ആയിട്ടില്ല. എന്താണോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. അത് ആ കമൻറ്റ് ഇടയിൽ കയറി കിടന്നുകൊണ്ടാണ്, HTML-ൻ്റെ. ഇതാണ് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ അത് എപ്പോഴും ആ പറയുന്ന TRBL എന്നുള്ളത് ഈ TRBL എന്നുള്ളത് ആ ഒരു TRBL എന്നുള്ള പറയുന്ന TRBL ട്രബിൾ എന്നുള്ള ഇതാണ്. ട്രബിൾ എന്നുള്ളത് നമ്മൾ ബിക്കോസ് BCOZ എന്നൊക്കെ എഴുതുന്ന പോലെ ട്രബിൾ എന്ന് പറഞ്ഞിട്ട് TRBL എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്, ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന മാർജിന് വേറൊരു പ്രോപ്പർട്ടി, ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന സംഭവങ്ങൾ, ഈ div ഒക്കെ എന്ന് പറഞ്ഞാൽ താഴെ വരാൻ നേരത്ത് ഇത് താഴെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മാർജിൻ കൊളാപ്സ് ആവും. അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ ഇതിൻ്റെ താഴെ ഒരു മാർജിൻ കൊടുക്കാം, ഇതിൻ്റെ മുകളിലും ഒരു മാർജിൻ കൊടുക്കാം. പക്ഷേ രണ്ടും കൂടി കൊടുക്കുന്നത് ആവശ്യമില്ല, കാരണം ഒരു മാർജിനെ അപ്ലൈ ആവുള്ളൂ.
കാരണം സെയിം ആണെങ്കിൽ ഇപ്പം ഇവിടെ ഇതിൻ്റെ താഴെ 100 കൊടുത്തു, ഇതിൻ്റെ പൊക്കത്ത് 100 കൊടുത്തു, അത് ഒരു 100 ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ 100, ഇതിൻ്റെ പൊക്കത്ത് 200. അപ്പോൾ ഏതാണോ വലുത് അത് അപ്ലൈ ആവും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കൊടുത്താൽ മതി മാർജിൻ. അതായത് ഈ ഇങ്ങനെ ടോപ്പും ബോട്ടം മാർജിനാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ടോപ്പും ബോട്ടം മാർജിനാണ് ഇങ്ങനെ ക്യാൻസലായി കൊളാപ്സ് ചെയ്ത് പോകുന്നത്. ലെഫ്റ്റും റൈറ്റിനും അങ്ങനെ പ്രശ്നം വരാറില്ല. അപ്പോൾ ഏതായാലും മാർജിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.